അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നല്ല മഴ കേട്ടോ. എൻ്റെ പാറൽ മുഖത്ത് കടിക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെ മഴ ഉണ്ടോ? പിന്നെ ആ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ? അപ്പോൾ ഇതാ ഒരു കാരൊക്കെ ഉണ്ട്, അത് തിന്നിങ്ങനെ ഇവിടെ ഇരിക്കുക കേട്ടോ. വൈകുന്നേരം അയക്കുന്നത്. അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്ന്. എന്നും കാര്യം പറയൽ തന്നെയാണ്, എന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഫുള്ള് മയത്തുള്ള പണിയായിരുന്നു ഒക്കെ. ഫുള്ള് നമ്മളെ മുറ്റത്ത് കുറേ മണ്ണില്ല, ഞങ്ങൾ കണ്ടില്ലേതാ. ക്ലിയർ ഇല്ലേ? ഉണ്ടോ? അപ്പം മണ്ണൊക്കെ ഒന്ന് ഒരു വിധം തീർന്നെന്ന് പറയാം. കുറേ ദിവസമായി തുടങ്ങിയിട്ട്. 4 ലോഡ് മണ്ണ് ഇവിടെ മുറ്റത്തുണ്ടായിരുന്നു. അതും മഴയും. മണ്ണിട്ടപ്പോഴാണ് മഴ വന്നത്. പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഏതായാലും ഒരുവിധം മണ്ണ് മാറ്റി കഴിഞ്ഞിക്കണോന്ന് ചോദിച്ചാൽ അതിനൊരു ഇത്തിരി കൂടി ഉണ്ട്. കണ്ടോ ആ സൈഡിൽ ഉണ്ടോ? കുറച്ച് ഭാഗം കൂടി ഉണ്ട്, ബാക്കിയൊക്കെ കഴിഞ്ഞു. പക്ഷേങ്കിൽ ഇതൊക്കെ ഒലിച്ച് അവിടെ പോയി അവിടെ ഒന്നായി ചളി വിളിയാ. അവിടുത്തെ റോഡിൻ്റെ അവിടെ കുറേ ഒലിച്ചു പോയി. അപ്പോൾ പിന്നെ എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട കമൻറ്റും ലൈക്കും ഒക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ, ഞാൻ എന്താ പറയുക, നമുക്ക് കോഴി ബിസിനസ് എന്ന് പറയാം. കോഴി ബിസിനസ് തന്നെയാണല്ലോ. അതേപോലെ ആ കൂട്ടത്തിൽ ഹെയർ ഓയിലിൻ്റെ ചെറിയൊരു സെയിലിങ്ങും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാത്തിനും ഞാൻ ഇതിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ നമ്മളിതിലൊരു നമ്പർ കൊടുത്തിരുന്നു. പിന്നെ നമ്മളെ പ്രൊഫൈലിൽ കയറിയാൽ ആ നമ്പർ എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ആ നമ്പർ എന്താ പറയുക, നമ്മളിതുവരെ കൊടുത്തിരുന്ന നമ്പർ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ, വിളിച്ചാലും കിട്ടാനും വാട്സപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ആ നമ്പറിൽ കിട്ടാനും കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ ഇന്ന് മുതൽ എന്താ വെച്ചാൽ ഞാൻ ആ നമ്പർ മാറ്റിയിട്ടുണ്ട്. പിന്നെ പുതിയൊരു നമ്പറാണ് ഇപ്പോൾ അതിൽ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് വാട്സപ്പ് മാത്രമേ കിട്ടുള്ളൂ. കോൾ ചെയ്താൽ കിട്ടില്ല, ഇന്നെ കിട്ടില്ല കേട്ടോ. വേറെ ആൾക്കാരായിരിക്കും കിട്ടുക, ഇന്നെ കിട്ടില്ല. പിന്നെ ഞാൻ അയക്കാലും എടുക്കുക, പിന്നെ ആണുങ്ങളായിരിക്കും എടുക്കുക കേട്ടോ. അതുകൊണ്ട് ആരും അതിലേക്ക് കോൾ ചെയ്യണ്ട. പിന്നെ വാട്സപ്പ് ചെയ്താൽ പിന്നെ നമ്മൾ ഇതേപോലെ ഓർഡറും കാര്യങ്ങളും എന്താ പറയുക, കോഴിക്കുട്ടികളാണെങ്കിലും ഓയിലാണെങ്കിലും ഒക്കെ ഓർഡർ ചെയ്യുന്ന വാട്സപ്പിൽ കൂടെ ഓർഡർ ചെയ്യുക ആവശ്യമുള്ളവർക്ക്. അതേപോലെ ഇപ്പം നമ്മളെ കയ്യിൽ 19 നല്ല തനി നാടൻ കോഴിക്കുട്ടികളുണ്ട്. സെയിൽ ചെയ്യാൻ 1 മാസം കഴിഞ്ഞ് റെഡിയായി നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇതുവരെ കൊറിയറും കാര്യങ്ങളൊന്നും സെറ്റാക്കാത്തതുകൊണ്ടായിരുന്നു ഞാൻ വലിയൊരു ഇതങ്ങോട്ട് പറയാൻ കേട്ടോ. അപ്പോൾ ഇപ്പം കുറേ ആൾക്കാരൊക്കെ ഞാൻ ഇതിൽ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരിക അയച്ചുതരികയൊക്കെ ചെയ്തതിന് ശേഷം നമുക്കതൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ തനി നാടൻ കോഴി കുഞ്ഞുങ്ങൾ, അതായത് 1 മാസം കഴിഞ്ഞ കുട്ടികളാണ്. ആവശ്യമുള്ളവർ വേണ്ടവരുണ്ടെങ്കിൽ നമ്മളെ ഇതിൽ എൻ്റെ പ്രൊഫൈലിൽ ഞാൻ കൊടുത്ത വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ കേട്ടോ. കോൾ ചെയ്താൽ കിട്ടൂലേ, ഞാൻ അയക്കലെടുക്കുക, വേറെ ആളയക്കും എടുക്കുക. ഒന്നാമത് എന്താ വെച്ചാൽ ഇന്നെ വിളിക്കുന്ന നമ്പറായിരുന്നു ഞാൻ ഇതിൽ ആദ്യം കൊടുത്തിരുന്നത്. അതിൽ വാട്സപ്പും പിന്നെ കോളൊക്കെ ചെയ്യാനും. പക്ഷേങ്കിൽ ചില കോഴികൾ എന്നൊക്കെ നമുക്ക് പറയാമല്ലോ, കുറച്ച് കോഴികളുണ്ട്, അതായത് പറഞ്ഞാൽ മനസ്സിലാത്ത കോഴികൾ എന്ന് തന്നെ പറയാം. ഞാൻ കോഴി കച്ചവടമാണ് ചെയ്യുന്നത് ഓക്കെ, പക്ഷേങ്കിൽ ഞാൻ കച്ചവടം ചെയ്യുന്ന ഞാൻ ഇത്ര വലിയ കോഴിയല്ല. പക്ഷേങ്കിൽ എന്നെ വിളിക്കുന്ന ആൾക്കാർ വലിയ പെരുങ്കോഴികളാണ്, അതായത് പറഞ്ഞാൽ മനസ്സിലാവാത്ത കോഴികൾ എന്നൊക്കെ പറയാം. പിന്നെ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുക, ഉറങ്ങിയോ കിടന്നോ. നമ്മൾ കിടന്നാലും രാത്രിയാണ് എന്താ പറയുക, ഉറങ്ങേണ്ട ടൈമായാലും ഉറങ്ങിയ ആ സമയമായാലും വിളിച്ചിട്ട് ഉറങ്ങിയോ കിടന്നോ എന്താ, പിന്നെയും വിളിക്കും, പിന്നെയും കട്ടാക്കും, പിന്നെ വിളിക്കും. ഇത്തരത്തിൽ കുറച്ച് കോഴികളെ ശല്യം കാരണം ഞാൻ ആ നമ്പർ ഇതിൽ നിന്ന് പോക്കിയതാണ്. ഇത് പുതിയ നമ്പർ വാട്സപ്പ് എടുത്ത് വാട്സപ്പ് മാത്രം കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ എന്താ പറയുക,
ആവശ്യമുള്ളവർ ഇനി അതിൽ എന്താ പറയുക, ഞാൻ ബിസിനസ് വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വാട്സപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ ആ നമ്പറിൽ നമ്മളെ പ്രൊഫൈലിൽ കയറി എടുത്തിട്ട് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ അതുകൊണ്ട് ഇനിയിപ്പോൾ ഫോൺ ചെയ്ത് ശല്യം ചെയ്യൂല. ഇപ്പം ആ നമ്പറിൽ ഞാൻ ഫോൺ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് എന്നെ വിളിച്ചെങ്ങാനാരും, ഞാൻ എടുക്കുമെന്ന് വിചാരിച്ചെങ്ങാനാരും വിളിച്ചോക്കണ്ട കേട്ടോ. അത് ഞാൻ അയക്കൂല എടുക്കുക. അല്ല, പിന്നെ ആവശ്യമുള്ള ആൾക്കാർക്ക് വാട്സപ്പ് കോൺടാക്ട് ചെയ്യുക. ഏത് നമ്മളിതുപോലെ സാധനങ്ങൾ ആവശ്യമുള്ളവർക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി ഞാൻ വന്നത്. കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. നമുക്ക് ചെറിയൊരു കല്യാണമല്ല, ഒരു മുട്ടായി എടുക്കൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ആ പരിപാടിയൊക്കെ കഴിഞ്ഞത്. പിന്നെ അതിൻ്റെ പോയതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഇത് ഇവിടെ നമ്മൾ അർബാന വാടകയ്ക്ക് എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത് 2-3 ദിവസമായിട്ട്. അപ്പോൾ രാവിലെ കൊടുക്കണം, അല്ലെങ്കിൽ വാടക കൂടിയാലും 50 ഉറുപ്പ്യ ദിവസം കൊടുക്കണം. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരതൊന്നും നമുക്ക് ഫ്രീ അല്ല. അപ്പോൾ മിനിയാന്ന് നമ്മൾ എടുത്തുകൊണ്ട് വെച്ചത്. അതിനപ്പോൾ ഇന്നേക്ക് തന്നെ ഇപ്പോൾ 150 ഉറുപ്പ്യയായി. നാളേക്കായി 200 കൊടുക്കേണ്ടി വരും. അപ്പോൾ വെറുതെ എന്തിനാ 50 കൂട്ടണേ വിചാരിച്ചെങ്കിൽ ഇന്ന് ഈ മണ്ണൊക്കെ ഇപ്പോൾ തീർത്തതാണ്. അപ്പോൾ അതിൻ്റെ പണിയായിനും. അപ്പോൾ എന്താ പറയുക, അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും നമുക്ക് എടുക്കാൻ നേരം കിട്ടില്ല. നമ്മൾ ഓരോരോ ഒരു പണിയിൽ തന്നെ ആയിക്കില്ലല്ലോ. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറഞ്ഞ പണിയും കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അർബാന മുറ്റത്ത് എടുക്കേണ്ടത് കേട്ടോ. വേണ്ട, മുറ്റത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എടുക്കുന്നവർക്കൊക്കെ വീഡിയോ വരുന്നുള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ മാതിരി നമ്പർ പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ബൈ.